ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്. നാളെ ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇൻ്റഗ്രേഷൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ടീച്ചർ നേരത്തെ നൽകി. അടുത്ത് ഇംഗ്ലീഷ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കായിട്ടുള്ള ക്ലാസ്സസ് ആണ്. എല്ലാവരും റെഡിയാണല്ലോ? റെഡിയാണ്. ടീച്ചർ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ പറയുന്നത്. നേരത്തെ ഒരു കൂട്ടർക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ബാച്ച് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്താം, അതിൻ്റെ ആൻസേഴ്സൊക്കെ പറഞ്ഞു തരാം. അതോടൊപ്പം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരാം. ഓക്കെ? നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം, അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. ആനുവൽ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ്. ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പിക്ചർ നൽകിയിട്ടുണ്ടാകും. ടീച്ചർ പറയുന്നത് പോലെ അത് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിന് നിറം നൽകണം. അതായിരിക്കും നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചിത്രം നൽകിയിട്ടുണ്ടാകും. ആ ചിത്രം എങ്ങനെയാണോ ടീച്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്, ടീച്ചറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ടീച്ചർ പറയുന്നത് പോലെ അത് കേട്ട് ആ പിക്ചർ വരയ്ക്കുക, വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തിട്ടോ എന്ത് ചെയ്യണം? അതിന് നിറം നൽകണം. അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങളെല്ലാവരും ചെയ്യും, അത് ടീച്ചർ പ്രത്യേകിച്ച് പറയുന്നില്ല. രണ്ടാമത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 2 ചോദിച്ചിരുന്നത് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സോനു ഉണ്ട്, ഗ്രാൻഡ് പ ഉണ്ട്. അവർ എവിടെയാണ്? പ്ലേ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഈ ബോക്സിൽ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്. ഓൺ ദ സീസ, റൈഡിങ്, പ്ലേയിങ്, ഓൺ എ ബെഞ്ച്, സ്റ്റാൻഡിങ്, ഇങ്ങനെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. നോക്കിയേ, സോനു ഇവിടെയുണ്ട്. സോനു എന്ത് ചെയ്യാണ്? ബൈസൈക്കിൾ എന്ത് ചെയ്യാണ്? ഓടിക്കുകയാണ്. അതിനെന്താ പറയുക? റൈഡിങ്. ഗ്രാൻഡ് പ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ 2 കുട്ടികൾ കളിക്കുന്നു. 2 പെൺകുട്ടികൾ സീസായിൽ കളിക്കുന്നു. ദാ ഇവിടെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? ബെഞ്ചിലിരിക്കുന്നു. ടീച്ചറാണോ നമുക്ക് അറിയില്ല, നോക്കാം. സോനു എന്ത് ചെയ്യുന്നു? ഓൺ ദ സീസയാണോ, റൈഡിങ് ആണോ, പ്ലേയിങ് ആണോ, ഓൺ എ ബെഞ്ച് ആണോ, സ്റ്റാൻഡിങ് ആണോ? റൈഡിങ്, വണ്ടി ഓടിക്കുകയാണ് അല്ലേ? സോനു ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഗ്രാൻഡ് പ ഈസ് ഡാഷ് നിയർ സോനു. ഗ്രാൻഡ് പ സോനുവിൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നേ? റൈഡിങ് ആണോ, പ്ലേയിങ് ആണോ, സ്റ്റാൻഡിങ് ആണോ? സ്റ്റാൻഡിങ്. അപ്പോൾ സോനു ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഗ്രാൻഡ് പ ഈസ് സ്റ്റാൻഡിങ് നിയർ സോനു. 2 ബോയ്സ് ആർ, 2 ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? പ്ലേയിങ് ആണോ, റൈഡിങ് ആണോ, സ്റ്റാൻഡിങ് ആണോ? Playing. Very good. 2 boys are playing in the playground. 2 girls are playing. 2 പെൺകുട്ടികൾ കളിക്കുന്നു. എന്തിലാ? On the seesaw, on a bench. എന്തിലാ കളിക്കുന്നേ? 2 girls are playing on the seesaw. A teacher is sitting. ടീച്ചർ ഇരിക്കുന്നു. എവിടെയാ? On the seesaw-ലാണോ, on a bench ആണോ? On a bench. ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷനായി. സോനു ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഇവിടെ കാണുന്നത് നിങ്ങൾ എഴുതി. എന്താ ഇവിടെ കാണുന്നേ? സോനു ഈസ് റൈഡിങ് എ ബൈസൈക്കിൾ. ഗ്രാൻഡ് പ ഈസ് സ്റ്റാൻഡിങ് നിയർ സോനു. 2 boys are playing in the playground.
2 girls are playing on the seesaw. A teacher is sitting on a bench. അതാണ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ പിക്ചറിൽ കാണുന്നത് എന്താണോ അത് എഴുതുക എന്നുള്ളതാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ക്യാൻ, എനിക്ക് കഴിയും. റീഡ് ദ സെൻറ്റൻസസ് ഇൻ ദ ബബിൾസ്. ഫൈൻഡ് ഔട്ട് ഹൂ സെഡ് ഇറ്റ്. ഇതാരാണ് പറഞ്ഞതെന്ന് കണ്ടെത്തുക. ഐ ആം പെറ്റ്. ഐ ക്യാൻ. ഇത് ക്യാറ്റാണ്. ക്യാറ്റ് എന്താ ചെയ്യുക? റോർ, ഫ്ലൈ, റൺ ഫാസ്റ്റ്, മ്യൂ, സ്വിം. ഇതിലേതാ ക്യാറ്റ് ചെയ്യുക? ഐ ആം എ പെറ്റ്. ഐ ക്യാൻ മ്യൂ. അപ്പോൾ ഇവിടെ എന്താ എഴുതാനുള്ളേ? മ്യൂ എന്ന് എഴുതണം. ഇതാരാണ്? ഒരു ബേർഡാണ്. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ ക്യാൻ, ഞാൻ എന്ത് ചെയ്യും? റോർ, ഫ്ലൈ, റൺ ഫാസ്റ്റ്, സ്വിം. എന്താ ചെയ്യുക? ഫ്ലൈ, പറക്കും. ഐ ക്യാൻ ഫ്ലൈ. ഐ ഹാവ് വിങ്സ്. ഐ ക്യാൻ ഫ്ലൈ. ഇതാരാ? ഫിഷ്. ഫിഷ് എന്താ ചെയ്യുക? ഐ ലീവ് ഇൻ വാട്ടർ. ഞാൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഐ ക്യാൻ, എനിക്ക് എന്തിനു കഴിയും? സ്വിം, നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. അടുത്താരാ? ഹോഴ്സ്. ഐ ആം വെരി സ്ട്രോങ്. ഐ ക്യാൻ. ഹോഴ്സിന് എന്താ കഴിയുക? റോറാണോ റൺ ഫാസ്റ്റ് ആണോ? വേഗത്തിൽ ഓടാനാണോ? റോർ, ഗർജിക്കാനാണോ? ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിലോടും. ഐ ആം വെരി സ്ട്രോങ്. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഇതാരാണ്? ഐ എം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഐ ക്യാൻ, ഞാൻ കാട്ടിലെ രാജാവാണ്. ഐ ക്യാൻ റോർ, ഞാൻ ഗർജിക്കും. അപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞു. ഐ ക്യാൻ മ്യൂ. ബേർഡ് എന്ന് പറഞ്ഞു. ഐ ക്യാൻ ഫ്ലൈ. ഫിഷ് എന്ന് പറഞ്ഞു. ഐ ക്യാൻ സ്വിം. ഹോഴ്സ് എന്ന് പറഞ്ഞു. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ലയൺ എന്ന് പറഞ്ഞു. ഐ ക്യാൻ റോർ. ഇവിടെ ഐ ക്യാൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത്. ഓരോരുത്തർക്ക് എന്തൊക്കെ കഴിയും. നമ്മുടെ ഡക്കാണെങ്കിൽ എന്ത് പറയും? ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയുമെന്ന് പറയാലോ. ഓക്കെ. ഫ്രോഗ് ആണെങ്കിൽ എന്ത് പറയാം? ഐ ക്യാൻ ജമ്പ്. എനിക്ക് ചാടാൻ കഴിയും. ഓക്കെ. അതുപോലെ നമുക്ക് എന്താണോ ഓരോരുത്തർക്ക് കഴിയുന്നത് അത് എഴുതുന്നതാണ് ഇവിടെ പറയുന്നത്. ഐ ക്യാൻ മ്യൂ, ഐ ക്യാൻ ഫ്ലൈ, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ റൺ ഫാസ്റ്റ്, ഐ ക്യാൻ റോർ. അപ്പോൾ ഐ ക്യാൻ, നിങ്ങൾക്ക് എന്തൊക്കെ കഴിയും? ഐ ക്യാൻ സിങ്, ഐ ക്യാൻ ഡാൻസ്, എനിക്ക് പാടാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എഴുതിക്കൂടെ? ഐ ക്യാൻ. കണ്ടോ? ഐ ക്യാൻ. ഐ ക്യാൻ. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് എഴുതുക. റൺ, അതുപോലെ എന്താ? ഡാൻസ്, ജംപ്, റീഡ്. ഓക്കെ. സ്വിമ്മിങ് അറിയാവോ? അറിയാവുന്നവർക്ക് എഴുതാട്ടോ. ഓക്കെ. ഇനി ആഡ് മോർ ലൈൻസ് ആണ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണേ. സോനു ഗോട്ട് മെനി ഗിഫ്റ്റ്സ് ഫ്രം ഹിസ് ഫാമിലി മെമ്പേഴ്സ്. സോനുവിൻ്റെ ബർത്ത്ഡേക്ക് സോനുവിന് നിറയെ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഹി ബിക്കേം ഹാപ്പി. അവൻ വളരെ സന്തോഷത്തിലാണ്. ആൻഡ് സ്റ്റാർട്ടഡ് ടു സിങ് എ സോങ്. എന്നിട്ടോ ഒരു പാട്ട് പാടാൻ തുടങ്ങി. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണേ. എന്താ ഇവിടെ എന്താണുള്ളത്? ഇതാണ് സോനുവിൻ്റെ സിസ്റ്റർ. ആരാ? സിസ്റ്റർ. സിസ്റ്റർ ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. എന്താണ് നോക്കിയാലോ? സോനു ഗോട്ട് എ ഗിഫ്റ്റ് as a birthday gift. Sister gave a gift. It's a story book. ദാ സോനുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. സിസ്റ്റർ നൽകിയതാ. അതൊരു സ്റ്റോറി ബുക്കാണ്. ഇതാ ഇവിടെ എന്താ? ബാറ്റ്. ആര് നൽകിയെന്ന് നോക്കാം. സോനു ഗോട്ട് എ ഗിഫ്റ്റ് as a birthday gift. Father gave a gift. It's a cricket bat. എന്താ? ഫാദർ നൽകിയതാ. എന്താ? ക്രിക്കറ്റ് ബാറ്റ്. ദാ ഇനി ഇവിടെ സമ്മാനം കൊടുക്കാൻ രണ്ടുപേരും നിൽപ്പുണ്ട്. ആരൊക്കെയാ? ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ എന്താ കൊടുക്കുന്നേ? ബൈസൈക്കിൾ. ഇതാരാ? മദർ. മദർ എന്താ കൊടുക്കുന്നേ? ടെഡി ബെയർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ലൈൻസ് എഴുതി നോക്കിയാലോ. ആദ്യം ഗ്രാൻഡ്പാടെ ഇത് എഴുതാട്ടോ. ഗ്രാൻഡ് ഫാദർ. സോനു ഗോട്ട് എ ഗിഫ്റ്റ് as a birthday gift. Grandfather gave a gift. It's a bicycle. എങ്ങനെ എഴുതാം? സോനു ഗോട്ട് എ ഗിഫ്റ്റ് as a birthday gift. സിസ്റ്ററിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്ററിനെ മാറ്റി അവിടെ എന്ത് ചെയ്യണം? ഗ്രാൻഡ് ഫാദർ ആക്കണം. ഗ്രാൻഡ് ഫാദർ ഗേവ് എ ഗിഫ്റ്റ്. ഇറ്റ്സ് എ
സ്റ്റോറി ബുക്ക് മാറ്റി അവിടെ എന്താക്കണം? ബൈസൈക്കിൾ ആക്കണം. ഓക്കെ, ഇറ്റ്സ് എ ബൈസൈക്കിൾ. ഇനി ആരാണ് ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുന്നേ? മദർ. എങ്ങനെ എഴുതാം? സോനു ഗോട്ട് എ ഗിഫ്റ്റ് ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. മദർ ഗേവ് എ ഗിഫ്റ്റ്. ഇവിടെ സിസ്റ്റർ, അതുപോലെ ഫാദർ, ഗ്രാൻഡ് ഫാദർ, അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? മദർ കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? ഗ്രാൻഡ് ഫാദർ. ഇവിടെ നോക്കി, സിസ്റ്റർ, ഫാദർ, സിസ്റ്റർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, മദർ. ഇവിടെ എന്താ കൊടുത്തേ? സ്റ്റോറി ബുക്ക് കൊടുത്തു. അച്ഛൻ എന്താ കൊടുത്തേ? ക്രിക്കറ്റ് ബാറ്റാ കൊടുത്തേ. ഗ്രാൻഡ് പാപ്പോൾ എന്ത് കൊടുത്തെന്ന് എഴുതേണ്ടേ? ബൈസൈക്കിൾ. നമ്മുടെ മദർ എന്താ കൊടുത്തേ? ടെഡി ബെയർ. സോനു ഗോട്ട് എ ഗിഫ്റ്റ് ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ്. മദർ ഗേവ് എ ഗിഫ്റ്റ്. ഇറ്റ്സ് എ ടെഡി ബെയർ. വാട്ട് മോർ ലൈൻസ് എഴുതാനായിട്ട് അറിയാലോ? അറിയാലേ? നിങ്ങൾ ഒത്തിരി എഴുതിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കോൺവെർസേഷൻ ആയിരുന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ എമി ആൻഡ് ദ ഫാറ്റ് കാറ്റ്. എമിയും ഫാറ്റ് കാറ്റിനെ ഓർമ്മയുണ്ടോ? നമ്മുടെ ആദ്യം പഠിച്ച എമിയും ഫാറ്റ് കാറ്റും ഓർമ്മിക്കുന്നുണ്ടോ? യെസ്. ഫാറ്റ് കാറ്റ് ചോദിക്കാണ്, വാട്ട് ഈസ്, ഇതെന്താ? ഡിഷിന്റെ ഉള്ളിൽ എന്താന്ന്. അപ്പോൾ വാട്ട് ഈസ് ഇൻ ദ ഡിഷ്. ഉള്ളിലായതുകൊണ്ട് ഇൻ ചേർത്തു കേട്ടോ. പുറത്തായിരുന്നുവെങ്കിൽ ഓൺ ചേർക്കായിരുന്നു. അകത്തായതുകൊണ്ട് വാട്ട് ഈസ് ഇൻ ദ ഡിഷ്. അപ്പോൾ എമ്മി എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് എ ഫിഷ്. ഇറ്റ് ഈസ് എ ഫിഷ്. ഇതൊരു ഫിഷാണ്. അപ്പോൾ ഫാറ്റ് കാറ്റ് എന്ത് ചോദിച്ചു? ഈസ് ഇറ്റ് ഫോർ മീ? ഇത് എനിക്കുള്ളതാണോ? എമ്മി എന്ത് പറഞ്ഞു? യെസ്. അപ്പോൾ ഫാറ്റ് കാറ്റ് എന്ത് പറഞ്ഞു? താങ്ക് യു. എമ്മി എന്ത് പറഞ്ഞു കാണും? വെൽക്കം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ? കോൺവെർസേഷൻ എഴുതാനായിട്ട് അറിയാലോ? അറിയാം. അടുത്ത നമുക്ക് നോക്കിയാലോ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഇതിന് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ എക്സാം, അതായത് 2023-2024 തന്നെ SSLC 10ാം ക്ലാസ് ഉള്ള സ്കൂളിലെ കുട്ടികൾക്ക് എക്സാം നേരത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എൽ പി യു പിക്കാർ മാത്രമുള്ള സ്കൂളുകളിൽ എക്സാം നാളെ തുടങ്ങുകയാണ്. അപ്പോൾ അവർക്കുള്ള തുടങ്ങിക്കഴിഞ്ഞു, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇതാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇനി പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അങ്കിൾ, ഹായ് സോനു. സോനു എന്ത് പറഞ്ഞിരിക്കും? അങ്കിൾ പറയാണ് ഹായ് സോനു. അപ്പോൾ സോനു എന്താ തിരിച്ചു പറയണ്ടേ? അങ്കിളാ വിളിക്കുന്നത്, അങ്കിളാ പറയുന്നത് ഹായ് സോനു എന്ന്. അപ്പോൾ സോനു എന്ത് പറയണം? ഐ ലോസ് മൈ കൈറ്റ് എന്ന് പറയോ? താങ്ക് യു അങ്കിൾ എന്ന് പറയോ? ഇറ്റ് ഈസ് ഓൺ ദ ട്രീ എന്ന് പറയോ? ക്രൈയിങ് എന്ന് പറയോ? ഹായ് അങ്കിൾ എന്ന് പറയോ? എന്താ പറയാ? ഹായ് സോനു, ഹായ് അങ്കിൾ. എന്താ പറയാ? ഹായ് അങ്കിൾ. അപ്പോൾ അങ്കിൾ ചോദിക്കുകയാണ് വൈ ആർ യു? നീ എന്തിനാ? ഐ ലോസ് മൈ കൈറ്റ്. വൈ ആർ യു ഐ ലോസ് മൈ കൈറ്റ്? വൈ ആർ യു താങ്ക് യു അങ്കിൾ? വൈ ആർ യു ഇറ്റ്സ് ഓൺ ദ ട്രീ? വൈ ആർ യു ക്രൈയിങ് എന്നാണോ ചോദിക്കുക? വൈ ആർ യു ക്രൈയിങ്? നീ എന്തിനാ കരയുന്നേ? അപ്പോൾ സോനു എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക? ഐ ലോസ്റ്റ് മൈ കൈറ്റ് എന്നാണോ? എൻ്റെ കൈറ്റ് നഷ്ടമായി എന്നാണോ? താങ്ക് യു അങ്കിൾ. എന്തിനാ കരയുന്നേ? നന്ദി അങ്കിൾ. എന്തിനാ നീ കരയുന്നേ? ഇറ്റ്സ് ഓൺ ദ ട്രീ. അത് മരത്തിന് മുകളിൽ ഇരിക്കുക എന്നാ ഏതാ പറയാ? ഐ ലോസ്റ്റ് മൈ കൈറ്റ്. വൈ ആർ യു ക്രൈയിങ്? അപ്പോൾ ഒരു കാരണം പറയണോ അല്ലേ? ഐ ലോസ്റ്റ് മൈ കൈറ്റ്. ഐ ലോസ്റ്റ് മൈ കൈറ്റ്. അപ്പോൾ അങ്കിൾ വീണ്ടും ചോദിക്കുകയാണ് വേർ ഈസ് ഇറ്റ്? അത് എവിടെയാ? പട്ടം എവിടെയാ? അപ്പോൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഓൺ ദ ട്രീ. അപ്പോൾ അങ്കിൾ പറഞ്ഞു ഡോണ്ട് വെറി, ഐ വിൽ ഹെൽപ്പ് യു. താങ്ക് യു അങ്കിൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലായല്ലോ? അങ്കിൾ പറഞ്ഞു ഹായ് സോനു. അപ്പോൾ സോനു തിരിച്ച് എന്ത് പറയണം? ഹായ് അങ്കിൾ അല്ലെങ്കിൽ ഹലോ അങ്കിൾ. അങ്കിൾ എന്ത് ചോദിച്ചു? വൈ ആർ യു ക്രൈയിങ്? അപ്പോൾ സോനു മറുപടി പറഞ്ഞു ഐ ലോസ്റ്റ് മൈ കൈറ്റ്. ഇവിടെ എടുത്ത് എഴുതാനായിട്ട് നൽകിയിട്ടുണ്ടാകും, നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അങ്കിൾ ചോദിച്ചു വേർ ഈസ് ഇറ്റ്? അത് എവിടെയാ? സോനു പറഞ്ഞു ഇറ്റ് ഈസ് ഓൺ ദ ട്രീ. അങ്കിൾ പറഞ്ഞു ഡോണ്ട് വെറി, വിഷമിക്കേണ്ട, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും. സോനു പറയാണ് താങ്ക് യു അങ്കിൾ. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആഡ് മോർ ലൈൻസ് ആണ്. കാർ കാർ കാർ, കാർ ഓൺ ദ റോഡ്, 4 ബിഗ് വീൽസ്, മൂവിങ് വെരി ഫാസ്റ്റ്. എന്തൊക്കെയാ? കാർ കാർ കാർ, കാർ ഓൺ ദ റോഡ്, 4 ബിഗ് വീൽസ്, മൂവിങ് വെരി ഫാസ്റ്റ്.
റൈറ്റ് എ ഫ്യൂ ലൈൻസ് എബൌട്ട് എ ബൈസൈക്കിൾ. നമ്മൾ എന്താ ചെയ്യാനുള്ളത്? റൈറ്റ് എ ഫ്യൂ ലൈൻസ് എബൌട്ട് എ ബൈസൈക്കിൾ. ബൈസൈക്കിളിനെ കുറിച്ച് കുറച്ച് ലൈൻസ് നമ്മൾ എഴുതണം. ഇവിടെ കാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ? കാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കാർ 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 ഓൺ ദ റോഡ്, 4 ബിഗ് വീൽസ്. കാറിന് 4 വീലുണ്ടല്ലേ? വലിയ വീലുണ്ട്. മൂവിങ് വെരി ഫാസ്റ്റ്, നല്ല വേഗത്തിൽ അത് പോകാറുണ്ട്. എന്നാൽ ബൈസൈക്കിളിനെ കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ബൈസൈക്കിൾ 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 ഓൺ ദ റോഡ്, 2 ബിഗ് വീൽസ് മൂവിങ് വെരി ഫാസ്റ്റ്. ബൈസൈക്കിൾ കാറിൻ്റെ സ്ഥലത്ത് എന്ത് എടുത്തു? നോക്കി ഇവിടെ കാർ, അവിടെ നമ്മൾ ബൈസൈക്കിൾ എന്നാക്കി. കാർ കാർ കാർ, അവിടെ എല്ലാം കാർ വന്നിടത്തെല്ലാം ബൈസൈക്കിൾ ആക്കി. കാർ ഓൺ ദ റോഡ്, അതിന് പകരം ബൈസൈക്കിൾ ഓൺ ദ റോഡ്. 4 ബിഗ് വീൽസ്, സൈക്കിളിന് 4 വീൽസ് ഉണ്ടോ? ഇല്ല, 2 ബിഗ് വീൽസ് മൂവിങ് വെരി ഫാസ്റ്റ്. നമ്മൾ സൈക്കിളും നല്ല സ്പീഡിൽ പോകത്തില്ലേ? മൂവിങ് വെരി ഫാസ്റ്റ്. ഓക്കെ. ഇപ്പോൾ നിങ്ങളോട് ബസ്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലോ? കാറിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കാം? ബസ് 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 ഓൺ ദ റോഡ്. ബസ്സിന് എത്ര വീൽസ് ഉണ്ട്? 6 ആണോ? 6 ബിഗ് വീൽസ് അല്ലെങ്കിൽ 4 ബിഗ് വീൽസ്. നിങ്ങൾ കണ്ടിട്ടുള്ള ബസ്സിന് എത്രയാണെന്ന് നോക്കാം കേട്ടോ. മൂവിങ് വെരി ഫാസ്റ്റ്. ഇനി ബസ്സിന് എത്ര വീൽസ് ഉണ്ടെന്ന് നോക്കണം. ഓക്കെ. ഹൂ ആം ഐ? റിഡിൽസ്. ഇവിടെ 2 റിഡിൽ തന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് നിങ്ങൾ ഒരു റിഡിൽ ഉണ്ടാക്കി എഴുതണം. ഐ ആം വെരി സ്മോൾ, ഞാൻ വളരെ ചെറുതാണ്. ഐ ഈറ്റ് ഷുഗർ, ഞാൻ പഞ്ചസാര കഴിക്കും. ഐ ഹാവ് 6 ലെഗ്സ്, എനിക്ക് 6 കാലുകളുണ്ട്. ആർക്ക് പറയാം? ഐ ആം വെരി സ്മോൾ, ഞാൻ വളരെ ചെറുതാണ്, കുഞ്ഞാണ്, ചെറുതാണ്. ഐ ഈറ്റ് ഷുഗർ, ഞാൻ പഞ്ചസാര കഴിക്കും. ഐ ഹാവ് 6 ലെഗ്സ്, എനിക്ക് 6 കാലുകളുണ്ട്. ആർക്കറിയാം? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. അറിയാവുന്നവർ കൈ ഉയർത്തിയേ. ഞാൻ ആരാ? ഓക്കെ, ആൻസർ ഇച്ചിരി പറഞ്ഞുതരാം കേട്ടോ. ആരാ? ആൻറ്റ്, ഉറുമ്പാണ്. ആരാ? ആൻറ്റ്. ഐ എം എ ബേർഡ്, ഞാനൊരു പക്ഷിയാണ്. ഐ ലേ എഗ്സ്, ഞാൻ മുട്ടയ്ക്ക് അടയിരിക്കാറുണ്ട്. ഐ സേ ക്ലക്ക് ക്ലക്ക്, ഞാൻ ക്ലക്ക് ക്ലക്ക് എന്നാ കരയാ. ആരാ അത്? ക്ലക്ക് 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 ക്ലക്ക്. ആരാ? യെസ്, hen. I am a bird. I lay eggs. I say cluck cluck. ആരാ? hen. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു റിഡിൽ ഉണ്ടാക്കണം. ഉണ്ടാക്കിയേ. ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഐ ആം ആൻ ആനിമൽ. ഐ ആം ആൻ ആനിമൽ, ഞാനൊരു ആനിമലാണ്. ഐ ഈറ്റ് ഫിഷ്, ഞാൻ മീൻ കഴിക്കും. ഐ സേ മ്യൂ മ്യൂ. ആരാ? പറഞ്ഞേ. കാറ്റ്. ഐ ആം ആൻ ആനിമൽ, ഞാനൊരു ആനിമലാണ്. ഐ ഈറ്റ് ഫിഷ്, ഞാൻ മീൻ കഴിക്കും. ഐ സേ മ്യൂ മ്യൂ. ആരാ? ഹു ആം ഐ? ഹു ആം ഐ? കാറ്റ്. അപ്പോൾ സ്വന്തമായിട്ട് റിഡിൽ എഴുതാനായിട്ട് അറിയാലോ. അറിയില്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇവിടെ നോക്കണേ, ഇങ്ങനൊരു ആക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റോറിയാണേ. ഈ സ്റ്റോറിയിൽ ആരൊക്കെയുണ്ട്? ക്യാറ്റ്, ട്രീ, ക്രോ. അപ്പോൾ ക്യാറ്റ് എന്ന് എഴുതേണ്ട സ്ഥലത്തെല്ലാം ക്യാറ്റിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. ട്രീ എന്ന് എഴുതേണ്ട സ്ഥലത്തെല്ലാം ട്രീയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ക്രോ എന്ന് എഴുതേണ്ട സ്ഥലത്തെല്ലാം ക്രോയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കഥ കേൾക്കുക, എന്നിട്ട് എൻ്റെ ചോദ്യം ചോദിക്കും ടീച്ചർ. എ ക്യാറ്റ് വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. ഒരു ക്യാറ്റ് മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. ഷീ സോ എ ക്രോ. ഒരു കാക്കയെ കണ്ടു. ദ ക്രോ വാസ് ഓൺ ദ ട്രീ. ആ കാക്കയും മരത്തിന് മുകളിൽ ഇരിക്കുമായിരുന്നു. There was a fish in the mouth of the crow. നമ്മുടെ കാക്കയുടെ വായിൽ ഒരു മീൻ ഉണ്ടായിരുന്നു. The crow saw the cat. ക്രോ ആരെ കണ്ടു? കാറ്റിനെ കണ്ടു. The crow gave the fish to the cat. ഈ ക്രോ ഫിഷ് ആർക്ക് കൊടുത്തു? കാറ്റിന് കൊടുത്തു. They became friends. അവർ കൂട്ടുകാരായി. ഓക്കെ. അപ്പോൾ മരത്തിൻ്റെ ചുവടിൽ പൂച്ച ഇരിക്കുമായിരുന്നു, കാറ്റ് ഇരിക്കുമായിരുന്നു. കാറ്റ് ഒരു കാക്കയെ കണ്ടു. കാക്കയുടെ വായിൽ എന്തുണ്ടായിരുന്നു? മീനുണ്ടായിരുന്നു. കാക്കയും മരത്തിനിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ കാക്ക പൂച്ചയെ കണ്ടിട്ട് എന്ത് ചെയ്തു? ആ കാറ്റിന് വായിലിരുന്ന മീൻ കൊടുത്തു. അങ്ങനെ അവർ കൂട്ടുകാരായി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ? ആരാണ് ട്രീയുടെ ചുവട്ടിൽ ഇരുന്നത്? ആരാ? ക്രോയാണോ? ഫിഷാണോ? ആരാ? കാറ്റ്. ഓക്കെ. വാട്ട് വാസ് ദെയർ ഇൻ ദ മൗത്ത് ഓഫ് ദ ക്രോ? ക്രോയുടെ വായിൽ എന്തായിരുന്നേ? ട്രീ ആണോ? ലീഫാണോ? നോ. എന്താ? ഫിഷ്. വെരി ഗുഡ്. ഹൂ ഗേവ് ദ ഫിഷ് ടു ദ കാറ്റ്?
ക്യാറ്റിന് ഫിഷ് കൊടുത്തതാരാ? ക്യാറ്റിന് ആരാ ഫിഷ് കൊടുത്തേ? ട്രീ ആണോ? ഇല്ല. പിന്നെ ആരാ? ക്രോ. അപ്പോൾ ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാലോ? അറിയാം. ഓക്കെ. ഹൗ മെനി? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ നമ്പർ. ഹൗ മെനി ക്രോസ്? ഇത് ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 1 to 5 വരെ നിങ്ങൾക്ക് സ്പെല്ലിംഗ് കറക്റ്റായിട്ട് അറിയാവോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. ഇതിന് മുൻപത്തെ 2 വർഷം മുൻപിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ നമ്പേഴ്സ്. ഹൗ മെനി ക്രോ? ഹൗ മെനി ഹെൻസ്? 1. വേർ ഈസ് 1? O-N-E 1. O-N-E 1. O-N-E 1. How many ducklings? 1, 2, 3, 4, 5. Where is 5? F-I-V-E 5. F-I-V-E 5. How many ants? 1, 2, 3, 4. Where is 4? 4. F-O-U-R 4. F-O-U-R 4. How many cats? 1, 2, 3. Where is 3? Here. T-H-R-E-E 3. How many hibiscus? How many flowers? 2. 1, 2. Where is 2? T-W-O 2. O-N-E 1. T-W-O 2. T-H-R-E-E 3. F-O-U-R 4. F-I-V-E 5. അപ്പോൾ സ്പെല്ലിംഗ് പഠിക്കണേ. O-N-E 1. T-W-O 2. T-H-R-E-E 3. F-O-U-R 4. F-I-V-E 5. ഇനി പാർക്കിൽ കാണുന്ന കുറച്ച് സാധനങ്ങളാണ്. ദിസ് ഈസ് എ പാർക്ക്. വാട്ട് ഡു യു സീ ഹിയർ? നിങ്ങളിവിടെ എന്താണ് കാണുന്നത്? റൈറ്റ് ദിയർ നെയിംസ് ഇൻ ദ ബോക്സ്. നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചതാണ്, പക്ഷേ ഇവിടെ ആനുവൽ എക്സാമിന് അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എഴുതുക. വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഇവിടെ കണ്ണുകൾക്ക് എഴുതാൻ. ഇവിടെ ട്രീ അല്ല, ടീച്ചർ തെറ്റിപ്പോയതാണ്. ഓക്കെ. വാട്ട് ഈസ് ദിസ്? സ്ലൈഡ്. സ്ലൈഡറാണ് കേട്ടോ. ഇവിടെ സ്ലൈഡറാണ്. സ്ലൈഡർ. വാട്ട് ഈസ് ദിസ്? സ്വിങ്. വാട്ട് ഈസ് ദിസ്? സീസ. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഊഞ്ഞാലല്ല, ഇപ്പോൾ ട്രീ ആണ് നൽകിയിരിക്കുക. ഇതാണ് ട്രീ. അപ്പോൾ ഇവിടെ ട്രീ എന്ന് എഴുതാം കേട്ടോ. പാർക്കിലുള്ള ഇത് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ലൈഡർ, സ്വിങ്, സീസ. ഇപ്പോൾ ട്രീയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ട്രീ എഴുതാം കേട്ടോ. സ്ലൈഡർ, സ്വിങ്, സീസ. സ്ലൈഡർ, സ്വിങ്, സീസ. തെറ്റില്ലല്ലോ? തെറ്റില്ല. ഓക്കെ. ഇവിടെ നോക്കി. Look at the pictures below. Who is missing? Draw the missing picture and write its name. Duck, duckling. Cat, kitten. Dog, puppy. അവരുടെ കുഞ്ഞുങ്ങളുടെ പേരാണ്. ഓർമ്മയുണ്ടല്ലോ. Duck, duckling. Cat, kitten. Dog, puppy. പറഞ്ഞേ. ഡക്കിൻ്റെ കുഞ്ഞാരാ? ഡക്ലിംഗ്. ക്യാറ്റിൻ്റെ കുഞ്ഞാരാ? കിറ്റൺ. ഡോഗിൻ്റെ ബേബി ആരാ? പപ്പി. ഹെന്നിൻ്റെ ബേബി ആരാ? ഹെന്നിൻ്റെ ബേബി ചിക്ക്. ചിക്കിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ. CHICK. ചിക്ക്. ഇവിടെ എന്ത് ചെയ്യണം? ചിക്കിൻ്റെ പിക്ചർ വരയ്ക്കണം. ചിക്കിൻ്റെ പിക്ചർ വരയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വരയ്ക്കുക കേട്ടോ. ഇവിടെ സ്പെല്ലിംഗ് കംപ്ലീറ്റ് ചെയ്യണം. CHICK ചിക്ക്. CHICK ചിക്ക്. ചിക്കിൻ്റെ പിക്ചർ വരച്ചു. ചിക്ക് എന്ന് ടീച്ചർ എഴുതി. ഓക്കെ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ബേബിയുടെ പേരറിയില്ല. ബേബീസിൻ്റെ പേരറിയാലോ. ഡക്കിൻ്റെ കുഞ്ഞ് ഡാക്ലിംഗ്. ക്യാറ്റിൻ്റെ ബേബി കിറ്റൺ. ഡോഗിൻ്റെ ബേബി പപ്പി. ഹെന്നിൻ്റെ ബേബി ചിക്ക്. ഇനി ഇങ്ങനൊരു ചോദ്യം വരാം. പിക്ചേഴ്സ് നോക്കിയിട്ട് ഇവിടെ സെൻറ്റൻസ് വായിച്ച് മാച്ച് ചെയ്യാൻ. ആൻ ആൻറ്റ് ഈസ് ഡാൻസിങ്. നിങ്ങൾക്ക് ടീച്ചർ വായിച്ചു തരും കേട്ടോ. ആൻ ആൻറ്റ് ഈസ് ഡാൻസിങ്. എവിടെയാ? ഇവിടെയാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുക. ആൻ ആൻറ്റ് ഈസ് ഡാൻസിങ്. എ ഡക്ലിംഗ് ഈസ് സ്വിമ്മിങ്. താറാവ് നീന്തുന്നു. എവിടെയാ ഡക്ലിംഗ്? എവിടെയാ ഡക്ലിംഗ്? താറാവിൻ കുഞ്ഞ്. യെസ്. എ ഡക്ലിംഗ് ഈസ് സ്വിമ്മിങ്. മാച്ച് ചെയ്യണം. എ ഫ്രോഗ് ഈസ് ഹോപ്പിംഗ്. എവിടെയാ കാണിച്ചു തന്നെ? ഫ്രോഗ് ഈസ് ഹോപ്പിംഗ്. യെസ്, ദിസ് ഈസ് ഫ്രോഗ്. എ ഫ്രോഗ് ഈസ് ഹോപ്പിംഗ്. ലാസ്റ്റ് വൺ. എ ബേർഡ് ഈസ് ഫ്ലൈയിങ്. എവിടെയാ? ദിസ് വൺ. എ ബേർഡ് ഈസ് ഫ്ലൈയിങ്. അപ്പോൾ ഇങ്ങനെ പിക്ചറും സെൻറ്റൻസുമായിട്ട് മാച്ച് ചെയ്യാൻ ചോദിക്കും. ടീച്ചർ വായിച്ചു തരും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ വായിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.
നിങ്ങളുടെ കുട്ടികളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ല, ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ അറിയില്ല, മലയാളം ഇംഗ്ലീഷ് ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയില്ല, മാത്തമെറ്റിക്സ് ഗണിതം ഒട്ടും അറിയില്ല, ഗണിതം നല്ല പാടാണ്, പഠിക്കാനായിട്ട് പാടാണ്, അങ്ങനെയുള്ള കുട്ടികൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ള കുട്ടികൾ, ബേസിക് ആയിട്ടുള്ള കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തി ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുള്ള കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ്സസ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സസ് ആണ്, കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുപോലെ LKG UKG റിവിഷൻ ക്ലാസ്, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 മുതൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യുവാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. വാട്സപ്പ് നമ്പർ ഒരിക്കൽ പറയാം: 9746487799. ലൈവായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സൂമിൽ ലൈവ് ക്ലാസ് ഉണ്ടാകും. ലൈവ് ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും.